അടിസ്ഥാനപരമായി. മറ്റൊന്ന് ജീവിത തൃഷ്ണ എന്ന് പറയാണ്. ജീവിത തൃഷ്ണ, അതായത് ജീവിച്ച് മതിയാവുന്നില്ല. ഇന്നലെ ചെയ്ത കാര്യം തന്നെ എന്നും ചെയ്യാം, പക്ഷെ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും. മരണഭയം, ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം എന്നുള്ള ആസക്തി, ഇനിയും നേടണം, ഇനിയും നേടണം എന്നുള്ള ആസക്തി. ഒരേ കാര്യം തന്നെ ചെയ്താലും ചെയ്താലും നമുക്ക് തൃപ്തിയാവില്ല. മരണത്തെ നമുക്ക് ഭയം, ജീവിച്ചിട്ട് കൊതി തീരാത്തൊരവസ്ഥ. എന്നാൽ യഥാർത്ഥ പക്വത വന്ന ഒരാള് എപ്പോഴും മരണത്തെ നേരിടാൻ തയ്യാറായിരിക്കും. മരണത്തെ നേരിടാൻ നമുക്കുള്ള മടി എന്ന് പറയുന്നത് ശരിയായിട്ട് ജീവിക്കാത്തതുകൊണ്ടാണ്. ശരിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മിക്ക ആളുകളും, പണ്ടൊരു ചൊല്ലുണ്ട്, മിക്ക ആളുകളും 25-ലോ 30-ലോ മരിക്കുന്നു, എന്നിട്ട് 50-ലോ 60-ലോ 80-ലോ അവരെ സംസ്കരിക്കുന്നു എന്ന് പറയും, അല്ലെ? പല ആളുകളും 20-25 വയസ്സിൽ മരിച്ചു പോവുകയും 60, 70, 80 വയസ്സിൽ അവരെ സംസ്കരിക്കുകയും ചെയ്യും. എന്താ അതിന്റെ അർത്ഥം? അവർക്ക് യാതൊരു എക്സ്പാൻഷനും ഇല്ല ലൈഫിൽ. ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ മരണത്തെ നേരിടാൻ തയ്യാറുമായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ജീവിത ആസക്തി എന്ന് പറയുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അബോധപരമായിട്ടുള്ള ജീവിതമാണ്. ജീവിതം ബോധപൂർവമല്ല, ഓരോ ജീവിതാനുഭവങ്ങളെയും ബോധപൂർവമല്ല അവർ സമീപിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ആസക്തി നിൽക്കും നമുക്ക്. എന്നാൽ നമ്മൾ അബോധപരമായിട്ട്, നമ്മൾ വിഭജിക്കപ്പെട്ടവരായിട്ട്, അല്ലെ കുറ്റബോധത്തോടു കൂടിയിട്ട്, പൂർണ്ണബോധമില്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പം അവിടെ എന്താ സംഭവിക്കുക? വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ മതിയായില്ല എന്ന് തോന്നും. എന്നാൽ ജീവിതത്തിൽ ഇവല്യൂഷൻ ഒന്നും ഉണ്ടാവുകയില്ല. ഇഷ്ടത്തിലോ ആത്മതലത്തിൽ ഒരു വികാസവും ഉണ്ടാവില്ല. അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും. അതിന്റെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നെല്ലാം നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. ഇത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ പഞ്ചക്ലേശങ്ങൾ, അതിൽ ഒന്ന് അവിദ്യയാണ്, അതായത് ശരിയായുള്ള അറിവ് ഇല്ലാതിരിക്കുക. മറ്റൊന്ന് അഹങ്കാരമാണ്, ഞാൻ വേറിട്ടവനാണ്, പ്രപഞ്ചത്തുനിന്ന് നമ്മൾ വേറിട്ടവനല്ല, നമ്മൾ പ്രപഞ്ചവുമായിട്ട് ചേർന്നിരിക്കും. അതെങ്ങനെയാണ് ചേർന്നിരിക്കുന്നതെല്ലാം നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഫിയർ, നമ്മൾ ആവശ്യം നേടേണ്ട ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഓവർ ഇൻഡൾജ് ചെയ്യുക, ആസക്തി. നമ്മൾ അബോധപരമായിട്ട് ജീവിക്കുന്നതിനെ കൊണ്ട് ജീവിച്ച് മതിയാവാതിരിക്കുന്നു. ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം എന്ന് തോന്നും. എന്നാൽ നമുക്കൊന്നും ആന്തരികമായിട്ട് എക്സ്പാൻഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത്തരം പഞ്ചക്ലേശങ്ങളെ പറ്റിയിട്ട് യോഗ പറയുന്നു. ഇനി നമുക്ക് ഈ നമ്മുടെ ഈ ഒരു കർമാത്മ എന്ന ജ്ഞാനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവേണ്ട ചില കാര്യങ്ങൾ, അപ്പോൾ അത് രണ്ട് തരത്തിൽ നമുക്കത് ഉപകാരപ്പെടും. ഇത് നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ, ഒന്ന്, നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു ഇൻസ്പിറേഷൻ ആന്തരികമായിട്ട് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഇന്ന ലക്ഷ്യത്തിലേക്കാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സുകളെ ശരിയായിട്ട് നമുക്ക്, പഠനം എന്ന ഈ പ്രോസസ്സിനെ നമുക്ക് ശരിയായിട്ട് വിനിയോഗിക്കാൻ പറ്റും, കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പറ്റുന്ന, പറയുന്നത് എൻകറേജ് us to renounce the unwholesome action and to cultivate wholesome action. ഇതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, ആശാസ്യമായിട്ടുള്ള ശുഭോദർക്കമായ പ്രവൃത്തികളിലേക്ക് നമുക്ക് മുഴുകാൻ പറ്റും. നമ്മുടെ കർമ്മയോഗം നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ? കർമ്മം ചെയ്യും തോറും നമ്മളിൽ ആന്തരിക വികാസം ഉണ്ടാവുകയും നമ്മളിലെ ദൈവികത പൂർണ്ണമായിട്ട് പ്രകാശിക്കുകയും ചെയ്യും. അതാണ് കർമ്മയോഗം. എങ്ങനെയാണ് കർമ്മയോഗം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കും. കർമ്മയോഗം അല്ലാത്തതിന് എന്താ പറയാ? നിങ്ങൾ കർമ്മം ചെയ്യും തോറും കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിനെയാണ് നമ്മൾ സാധാരണ കർമ്മങ്ങൾ, പ്രവൃത്തികൾ എന്ന് പറയുന്നത്.
അപ്പം കർമ്മത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക്, അതായത് ശുഭോദർക്കമായ പ്രവൃത്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് ഈ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ദുരിതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ദുരിതം നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ആ വിഷ്ടം പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതവും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സാധാരണ നമുക്കറിയാം, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതം മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആൾ, അല്ലെങ്കിൽ മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഈ ട്രാൻസ്ഫോർമേറ്റീവ് ട്രെയിനിങ് എടുക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നാട്ടിൽ നിലനിൽക്കുന്ന ചില കൗൺസിലിംഗ് ഉണ്ട്, സംസാരം. അവിടെ നടക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നമില്ല ആള് പ്രശ്നം വന്ന് പറയുന്നു, ആ പ്രശ്നം കേൾക്കാൻ ഒരാള് എന്നല്ലാതെ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാറില്ല കൗൺസിലിംഗ്. പല ആളുകളും പറയാറുണ്ട്, പല കൗൺസിലേഴ്സും അഡ്വൈസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ആ അഡ്വൈസ് പല പ്രശ്നമുള്ള ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ പറയുന്ന കാര്യമൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, പക്ഷെ നമുക്കതിന് പറ്റണ്ടേന്നാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണത്തെ മനസ്സിലാക്കിയിട്ട് വേണം അത് പരിഹരിക്കണം. അത് കാരണം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവിടെയാണ് നമ്മൾ മൈൻഡ് പവർ എന്ന് പറയുന്ന ഒരു ഏരിയ, മൈൻഡ് പവർ കൗൺസിലിംഗ്. മൈൻഡ് പവർ കൗൺസിലിംഗ് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന തെറാപ്പികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എന്താ ചെയ്യുന്നത്, ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ചൈൽഡ്ഹുഡിലാണ് ഉണ്ടാകുക. നമ്മുടെ മൈൻഡ് ഫോം ചെയ്ത് 8 വയസ്സിനുള്ളിലാണ് നമുക്കറിയാം. അപ്പോൾ 8 വയസ്സിനുള്ളിൽ 13 വയസ്സ് വരെ അത് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ എവിടെയാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ കാരണം കണ്ടുപിടിച്ച് പ്രോസസ്സിലൂടെ അത് ഹീൽ ചെയ്യുന്ന രീതിയാണ് തെറാപ്പികൾ. അതിന്റെ അപ്പുറത്താണ് കർമ്മ ലോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് കുട്ടിക്കാലത്ത് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അപ്പം മൈൻഡ് പവറും ഈ കർമ്മ നിയമങ്ങൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശാൻ പറ്റും. എന്ത് വെളിച്ചമാണ്? വിഷ്ടത്തിന്റെ, ലൈഫ് വിഷ്ടത്തിന്റെ വെളിച്ചം നമുക്ക് വീശാൻ പറ്റും. അങ്ങനെ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങൾ കുറയുകയും നമ്മുടെ ജീവിതത്തിലെ ബ്ലിസ്ഫുൾനെസ് കൂടുകയും ചെയ്യുന്നതാണ്. അതിൽ നമ്മുടെ കമ്പാഷൻ സ്റ്റേറ്റ് വർദ്ധിക്കുന്നു പറയുന്നത്. നമ്മൾ ഈ ഒരു കർമാലോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പാഷൻ സ്റ്റേറ്റ്, മൈൻഡ് പവർ ഒക്കെ ശരിയായിട്ട് മനസ്സിലാക്കിയ ആളുകൾ, ശരിയായിട്ട് മൈൻഡ് പവർ മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു കുറ്റവാളിയോടും അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദുരിതത്തിൽപ്പെടുന്ന ആളോട് ഒരിക്കലും ദേഷ്യം തോന്നില്ല. സമൂഹം മുഴുവൻ അവരെ നികൃഷ്ടമായിട്ട് കാണുമ്പോഴും മൈൻഡ് പവർ ശരിയായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മനസ്സിലാവുക, അത്തരം കുറ്റവാളികളായാലും കൂടുതൽ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആരായി കഴിഞ്ഞാലും അവരെല്ലാം അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു പോയ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഇരകളാണ്, വിക്ടിമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമുക്ക് അവരോട് കമ്പാഷനാണ് തോന്നുന്നത്. മൈൻഡ് പവറിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ച് ഫോർമേഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ കാര്യം, അതായത് ജീവിതത്തിൽ നല്ല ആളുകൾ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും കുട്ടിക്കാലത്ത് അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായവരാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് മൈൻഡ് പവറിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ഫോർമേഷൻ ഓഫ് മൈൻഡ് ഒക്കെ. എന്നാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, അവരറിയാതെ എന്ത് ചെയ്താലും പോയിട്ട് ദുരിതത്തിലും മിസറിയിലും പെടുന്നു. അവര് വിക്ടിമാണ്. കുട്ടിക്കാലത്ത് അത്തരം പ്രോഗ്രാമിങ് അവരുടെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ട്. കർമ്മ നിയമങ്ങൾ നമ്മൾ കുറേയൊക്കെ അത് പഠിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. കുറ്റവാളികളായ ആരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രാക്ക്ഡ് റിലേഷൻഷിപ്പ്, അച്ഛനമ്മയും തമ്മിലുള്ള കലഹങ്ങൾ, കുട്ടിക്കാലത്തുള്ള വീട്ടിലുള്ള തെറ്റായുള്ള അവസ്ഥകൾ, അതിൻ്റെ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ കർമ്മ കൂടി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അതിന്റെ സോൾ ലെവലും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും കമ്പാഷൻ ഉണ്ടാവും. സിമ്പതി, എമ്പതി, കമ്പാഷൻ, അത് നമ്മൾ മനസ്സിലാക്കും. എന്താണ് സിമ്പതി, എന്താണ് എമ്പതി, എന്താണ് കമ്പാഷൻ. സിമ്പതിയിൽ നിന്ന് നമ്മൾ എമ്പതിയിലേക്ക് ഇവോൾവ് ചെയ്യും, എമ്പതിയിൽ നിന്ന് കമ്പാഷനിലേക്ക് ഇവോൾവ് ചെയ്യും. കമ്പാഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും, കുറച്ച് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കും, അതേപ്പറ്റി നമുക്ക് പറയാം.